സംഭവിക്കുന്നതിലും നല്ലത് ഈ താമര ഇടിഞ്ഞു വീണ് മുഴുവനങ്ങ് നശിക്കുന്നത്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഭാവിയെക്കുറിച്ചുള്ള എല്ലാ കണക്കൂട്ടലുകളും ഇവിടെ അവസാനിക്കും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എടാ, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയടാ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം. ഒരു പക്ഷെ പ്രഗതി അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അദ്ദേഹം അതിന് തയ്യാറാകുമോ? എന്തെങ്കിലും ചെയ്യണം. അവിടെ മനസ്സ് മാറ്റണം. എത്രയും വേഗം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണം. ഈ സ്ഥാപനത്തെ പ്രതി എന്തെല്ലാം ഖിനാവിൽ കണ്ടു ജീവ നമ്മൾ. ഈ ആശുപത്രിക്ക് ജനകീയ പരിവേഷം കിട്ടണമെന്ന് കരുതിയ അയാളുടെ പല നിർബന്ധങ്ങളും പൊരുത്തക്കെടും സഹിച്ച് ഇവിടെ നിലനിർത്തിയത്. എടാ, അതിങ്ങനൊരു അപകടമായാൽ നമ്മൾ എങ്ങനെ സഹിക്കുക? സംഭവിക്കരുത്. അഥവാ അങ്ങനെ സംഭവിക്കുമെന്ന് വന്നാൽ ഒരു നല്ല ഡോക്ടർ നഷ്ടപ്പെടും. ഏത് മാർഗം ഉപയോഗിച്ചും നമ്മളയാളെ കൊന്നുകളയും. ഞാൻ ചട്ടം നിശ്ചയിച്ച കഴിഞ്ഞ ഒരാഴ്ചയായി സൗന്ദര്യക്കടയിൽ നിന്നും ഇറങ്ങാതെ പണി തിറക്കിയത്. സൗന്ദര്യക്കട? യാ, ബ്യൂട്ടി പാർലർ. എടേ, കാശഞ്ചർ മുടക്കി. എടാ, ഇപ്പൊ എന്നെ കണ്ടിട്ട് മൈക്കിൾ ജാക്സന് ഓർമ്മ വരുന്നില്ലേ? എടാ, കാക്ക കുളിച്ചാ കൊക്ക ആവൂടാ. അതിനിടക്ക് നീ കാക്കയുടെ കുളിസിനും കണ്ട വൃത്തികെട്ടവൻ. എടാ, നിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ ഷിബുവിന്റെ കാര്യം. ഷിബു പേരൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കാൻ അളിയ. മറച്ചിട്ടാ മതി. യാ, ഷിബു ബുഷി. പൊടാവുന്നു. എടാ, മാതാപിതാക്കൾ അറിഞ്ഞിട്ട പേരാ. നിനക്ക് ചേരുന്ന പേരാ ഇത്, ഷിബു. മാതാപിതാക്കള് കണ്ണാടി നോക്കുമ്പോ ഞാൻ അവരെ ചീത്ത വിളിക്കാണ്. ഒരുമാതിരി ഉണങ്ങിയ മാങ്ങാണ്ടി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വേറെ ഒരു പണിയില്ലായിരുന്നു. മാതാപിതാക്കള് ഏതായാലും മുഖമൊക്കെ ചുമന്ന ഒരുമാതിരി ആയിട്ടുണ്ട്. ഫേഷ്യൽ ചെയ്ത ആളിയാ. കഴിഞ്ഞ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്തു. തൊലി പോയതാ. പക്ഷെ ഇനി വരുന്ന തൊലി സായിപ്പിന്റെ തൊലിയായിരിക്കും എന്ന് അവന്മാര് പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരുത്തനെ പരിചയപ്പെട്ടു. ഫേഴ്സണൽ സ്റ്റാഫ് ഇംഗ്ലീഷാ. 4 ഡോക്ടറേറ്റ് വിൽക്കാനുണ്ട്. ചൊളവ് വിലക്ക് സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞു. 3 എടുത്താൽ 1 ഫ്രീ. ഞാൻ പറഞ്ഞു ഒന്നും പുറത്തു കൊടുക്കണ്ട, 4 ഞാൻ എടുത്തോളാന്ന്. നിനക്കൊക്കെ 1 ഉള്ളൂ. ഡോക്ടർ ജീവൻ. എനിക്ക് ഡോക്ടർ 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 ഷിബു 4. അങ്ങനെ സൗന്ദര്യമായി ഡോക്ടറായി. ഇനി ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഞാൻ ആ പെൺകുട്ടിയുമായി നേരിട്ട് കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചു. എടേ, ഇന്നുറപ്പിക്കും. എന്റെ കയ്യിൽ നിന്ന് ആ സാധനം പോയടേ. അത് ശരി. അപ്പൊ നിനക്കിനി പെണ്ണിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, പോയല്ലോ. എടാ, പെണ്ണ് പോയിന്ന്. പോകുമല്ലോ. എടാ, നിനക്കൊക്കെ ഇതൊന്നും കൈകാര്യം ചെയ്യാനുള്ള പാങ്ങില്ല. എവിടുന്ന്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന രാസവളം ഇട്ട് മുഴിപ്പിച്ച കപ്പപ്പഴം തൊലിച്ച പോലെ ഇരിക്കല്ലേ നീ. എടാ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം എന്നെ പോലെ സിസ് പോക്കറ്റുള്ള ചുള്ളം പയ്യന്മാരെയാണ്. കണ്ട, അവൾ ഇഷ്ടപ്പെടുന്നു വിവാഹം ചെയ്യാൻ പോകുന്ന ആരെയെന്നറിയോ? അതാരായാലും ഞാൻ വെട്ടും. നീ പറയുന്ന ആദ്യം കേക്ക്. ആരാടാ? ഡോക്ടർ ഹരിഹരനെ. അയ്യേ, ആ മച്ചനെ കല്യാണം കഴിച്ചിട്ട് എന്തെടുക്കാനാ? എടാ, എന്നോട് തമ്പുരാനാ പറഞ്ഞ. പ്രകൃതിക്ക് അയാൾ ഇഷ്ടമാണെന്നാ പറയുന്നത്. നീ ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഈ കൊച്ചാമ്പിള്ളേര് അയലത്ത് അക്കേനെ പ്രേമിക്കുന്ന പോലെ ഒരു പിള്ളക്കളി. എടാ, അവർ തമ്മിൽ സംസാരിക്കുന്ന മറ്റും തമ്പുരാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നു. എനിക്കൊരു മനസ്സമാനമില്ല ഷിബു. മൂപ്പിലാന്റെ കാര്യം നീ വിട്ടേര്. എടാ, ഞങ്ങൾ ഇന്ന് 2 പേര് സംസാരിക്കുന്നവരുടെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നീ ഇത് അവിടെ അടുത്തും പറഞ്ഞോണ്ടിരുന്നോ? പെണ്ണിന് ആമ്പിള്ളേര് കൊണ്ടുപോകും. ചുമ്മാ ഗാഡി ബോർഡാണെന്നും പറഞ്ഞു കൂടെ. ദൈവമേ, ഗാഡി ബോർഡ് അല്ലല്ലോ, ബോഡി ഗാർഡ്. മുടിഞ്ഞ ഒരു ഇംഗ്ലീഷ്. ഈ സായിപ്പന്മാരെ സമ്മതിക്കണം. എടേ മുരുകൻ, ഒന്ന് കേറി വാടേ. നീ ആരെയും വെടിവെക്കണ്ട. എടാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന കോളാ. എടാ, ആ പെൺകുട്ടിക്ക് ഡോക്ടർ ഹരിഹരനുമായിട്ട് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് പറയുന്നു. എന്നാര് പറഞ്ഞു? ആ ജീവൻ സാറിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ? അവൻ അതും അതിനപ്പുറവും ചെയ്യുന്ന പുള്ളിയാ. അതിരിക്കട്ടെ, സാറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം ഉണ്ടെന്ന കാര്യം ആ കുട്ടിക്കറിയാവോ? എടാ, മനസ്സുറന്ന് കാണിക്കാൻ ഞാനാരടാ ഹനുമാനാ? ചില ഹനുമാന്മാർക്ക് മനസ്സ് തുറന്ന് കാണിക്കാൻ ഒക്കില്ല. അല്ല, അത് പിന്നെ എന്ന് പറഞ്ഞാൽ പറ്റുവോ? ഇന്ന് അവരോട് കാര്യം പറയണം. ഇനി വെച്ച് താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. പിന്നെ സംസാരിക്കുമ്പോ നല്ല റൊമാൻറ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ കേൾക്കുന്നവർക്ക് പ്രണയം തോന്നണം. അതായത് ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നായികമാരോട് സംസാരിക്കുന്നില്ലേ, അതുപോലെ. മമ്മൂട്ടി, മോഹൻലാൽ, അത് മതി. എന്ന് ശരിയാവില്ലടേ. ഈ നിറമാണൊരു പ്രശ്നം. ഇവിടെ മൊത്തത്തിൽ ഒന്ന് വെളുത്ത് കിട്ടാൻ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? ഒരു മരുന്ന് പറഞ്ഞു താടേ. അപ്പക്സ് അൾട്ടിമ അടിച്ചാൽ മതി. അതേത് മരുന്ന് കട കിട്ടും? മരുന്ന് കട കിട്ടത്തില്ല, പെയിന്റ് കട കിട്ടും. പെയിന്റ് കടയിലോ? അപ്പക്സ് അൾട്ടിമ. നല്ല വെളുത്ത പെയിന്റ് അല്ലേ?
പായലും പിടിക്കത്തില്ല, പൂപ്പലും പിടിക്കത്തില്ല. പായലേ വിട പൂപ്പലേ ആ, വട. ഇതല്ലേ. പണിതതാ അല്ലേ? നിറം ഒരു പ്രശ്നമാവും. മുതലാളിക്ക് നല്ല നിറവല്ലേ? എനിക്ക് നല്ല നിറമാണോ? പിന്നെ നല്ല കറുത്ത നിറം. എന്താ കറുപ്പൊരു നിറവല്ലേ? എടാ എന്നാലും എന്നെ ഈ വേഷത്തിൽ കാണുമ്പോ ഒരു ഗമയൊക്കെ ഇല്ലടാ. ഇത്രയും ഭാഗത്തെ വൃത്തികേട് മാറി കിട്ടും. നീ കളിയാക്കണ്ട. എടാ ഞാൻ നല്ലൊരു മുടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മോഹൻലാലൊക്കെ വെക്കുന്ന പോലെ നല്ല സൂപ്പർ ഒരു മുടി. ഈ മുഖത്ത് കൂടി ഒരു വിഗ് വെച്ചാൽ നന്നായിരിക്കും. ഇതെല്ലാം ഇട്ടണ്ടേ നമ്മുടെ ആശുപത്രിയുടെ പഴയ ബ്ലോക്ക് പണിയുന്നത് പോയി നിൽക്കരുത്. നിന്നാൽ അവരെടുത്ത് മുളക്കെട്ട് വെക്കും. ആക്കിയതാ അല്ലേ? കൂടെ കൊണ്ടുവന്ന് അരിമേടിക്കാൻ കാശ് തരുന്നവനായിട്ട് തന്നെ പണിയണം. ആ കുട്ടി അകത്തുണ്ടെന്ന് തോന്നുന്നു. വരുമ്പോ കാര്യം പറഞ്ഞു. എടാ നീ പഠിപ്പിച്ചതൊക്കെ ഞാൻ മറന്നുപോയടാ. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാ ശ്ശോ, മതി. എടാ എനിക്ക് പ്രേമിച്ചെന്ന് ഒരു ശീലവും ഇല്ല. തന്നെയല്ല ആ കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ കാലിന്റെ പാദം തൊട്ട് ഉച്ചവരെ ഒരു പെരിപ്പാ. എടാ പറയാൻ വന്നത് കൂടി മറന്നു പോവും. എന്നാലൊരു കാര്യം ചെയ്യും. ആ മുഖത്ത് നോക്കണ്ട, തിരിഞ്ഞു നിന്നങ്ങ് പറഞ്ഞാ മതി. തിരിഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണൂലേ? ഈ ഫ്രണ്ടിനേക്കാളും നല്ലത് ഈ ബാക്കി തന്നെ. ആ കുട്ടി വരുന്നുണ്ട്. അവസരം പാഴാക്കാതെ കാര്യം പറഞ്ഞാ മതി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് നോക്കി അങ്ങ് പറഞ്ഞാ മതി. എന്താ? ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് വെച്ചാൽ ആദരാഞ്ജലികൾ. ഓക്കെ. ഞാൻ പുറത്തു നിൽക്കാം. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഭഗവതിയെ കണ്ട നാൾ മുതൽ, അല്ല ഒരു മിനിറ്റ്, ഭഗവതിയെ കണ്ട നാൾ മുതൽ, ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ മൊട്ടയിട്ട പ്രണയം, അല്ലല്ല മൊട്ടിട്ട പ്രണയം എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്ന് പന്തലിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ സൗന്ദര്യം, ഈ ചുറുചുറുക്ക്, ഈ ഭൗതിക ശരീരം, എന്താണ് പറയേണ്ടത്? എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം നേർച്ചകൾ കഴിച്ചെന്നറിയാമോ? അത്രക്ക് വൈക്ലഭ്യമായിരുന്നു എനിക്ക് തന്നോട്. ആർത്തി, ഒടുക്കത്തെ ആർത്തി. ഒന്നും മോഹിച്ചിട്ടല്ല. സ്ത്രീധനം വേണമെങ്കിൽ 5 10 അങ്ങോട്ട് തരാം. എനിക്ക് തന്നെ മാത്രം മതി. തനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് തന്നെ. മധുവിത് വേണമെങ്കിൽ ഊട്ടിയിലാക്കാം. അതെ, ഇപ്പൊ തന്നെ പോകാം. കൊടമാറ്റവും വെടിക്കെട്ടുമൊക്കെയായി ഊട്ടി നമുക്കൊരു പൂര പറമ്പാക്കാം. എന്നോട് നോ പറയരുത്. സമ്മതമാണെങ്കിൽ ഈ പൂ വാങ്ങിക്കൂ. ഷിബു, ആ മത്തങ്ങമായി വരുന്നുണ്ട്, മാറിയെന്നുള്ളൂ. നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നടാ. അങ്ങനെ ഭാഗ്യമില്ലെന്നാ ജോത്സ്യന്മാർ പറഞ്ഞത്. എനിക്ക് ഇനി അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എന്റെ ജീവിതം കണ്ടെത്തി. ഇപ്പൊ കണ്ടിട്ട് കാര്യം നടന്ന മട്ടുണ്ടല്ലോ. കൺഗ്രാജുലേഷൻസ്. എന്തു പറഞ്ഞു? കരിക്കും വെള്ളമാണെന്നും പറഞ്ഞ് കുടിച്ചത് പുളിച്ച പഴങ്കഞ്ഞി വെള്ളമായിരുന്നത്. കൊളവാക്കിയോ? ഇടാ ഞാൻ സംസാരിച്ചത് ഇവിടുത്തെ അമ്മായിയോടായിരുന്നു. അവര് കൂടും കുടുക്കക്കെടുത്തിന്റെ പിന്നാലെ പോരുന്ന കോള. കാശുണ്ടായ മാത്രം പോരാ, അമ്മായിയെ മരുമകളെ കണ്ട തിരിച്ചറിയാനുള്ള വിവരം വേണം. നീ എല്ലടാ പറഞ്ഞത് മുഖത്ത് നോക്കരുതെന്ന്. ആരല്ലേ പറഞ്ഞത് മുഖത്ത് നോക്കാൻ പേടിയാണെന്ന്? അവളാണ് വരുന്നത്, വെച്ച് താങ്ങിക്കോന്ന് പറഞ്ഞിട്ടല്ല. അത് പിന്നെ മുഖത്ത് നോക്കിയില്ലെങ്കിലും ആളെ ഉറപ്പിക്കണ്ടേ? ഫേഷ്യൽ ചെയ്ത് മുഖത്തെ തൊലി കളഞ്ഞത് മിച്ചം. ആ അമ്മായി പെട്ടിയും പ്രമാണം എടുത്തോണ്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വലിയ സ്കൂപ്പ്. ആരാ നോക്ക്, നോക്കണം. പ്രഗതിയാണ്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട്? അല്ല അത് പിന്നെ എനിക്ക് ഇദ്ദേഹം ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അല്ല എനിക്ക് അത് പിന്നെ എന്താ എന്ത് പറ്റി? എനിക്ക് ധൈര്യമായിട്ട് വല്ലാത്ത നെഞ്ചിടിപ്പടാ. ആഹാ, അത്രേ ഉള്ള. ഞാനൊന്ന് നോക്കട്ടെ എന്താണ്. ശ്വാസം വലിച്ചു വിട്ടേ. ശരിക്കും വലിച്ചൂടെ? വലിച്ചോ വലിച്ചോ, വലിക്കാനാ വിധി. ECG ഒക്കെ ഒന്ന് നോക്കണം. ഹാർഡ്വെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോക്കോ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഹാർട്ട് ബീറ്റ് നോർമൽ അല്ല. ഞാൻ പലതവണ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുമ്പോ ഫോൺ ഒഴിവാക്കണമെന്നാ ഹരിഹരൻ സാറിന്റെ നിർദ്ദേശം. വിളിച്ച് എന്തെങ്കിലും നിർദ്ദേശം നൽകി, ഡോക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു എന്നൊക്കെ കേട്ടു. നമ്മുടെ ആശുപത്രിയിൽ
ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് തോന്നി. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണിത്. ലാഭം മതിയച്ചാ, കൊള്ള ലാഭം വേണ്ട. അപ്പൂപ്പനായിട്ട് തുടങ്ങിയ ആശുപത്രിയായത്. അന്ന് നാട്ടുകാരെ വിളിച്ചു തുടങ്ങിയതാ തമ്പുരാന്റെ ആശുപത്രി എന്ന്. ജില്ലയിൽ 4 MBBS അത് മടക്കി വെച്ചിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയി. സുഭാഷ് ചന്ദ്രബോസിന്റെ INA ചേർന്നു. സ്വാതന്ത്ര്യ സമരാനന്തരം മടങ്ങി വന്ന മകനെ അമ്മ പോലും തിരിച്ചറിഞ്ഞില്ല. ആ തമ്പുരാൻ പാവങ്ങളെ സേവിക്കാൻ വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയ സ്ഥാപനമായി. കാലാന്തരത്തിൽ ഇത് 5 സ്റ്റാർ ഹോസ്പിറ്റലായി. പക്ഷേ പൂർവിക പുണ്യങ്ങളൊന്നും വിറ്റു തുലയ്ക്കരുത്. ഹരിയന്റെ സ്റ്റഡി ക്ലാസ് ഇന്നലെ കൊണ്ട് ചരിത്രം ബോധ്യപ്പെടുത്തി തരാൻ അങ്ങനെ ഒരാൾ വേണ്ടി വന്നു. മതിയാക്കിയേക്ക്. അയാളുമായുള്ള ചങ്ങാത്തം. ആ, അച്ഛനോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തണമെന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ലേ? ശരിക്കും യോഗ്യതയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. ഡോക്ടർ ഹരിഹരൻ. ദിവസം നിശ്ചയിക്കേണ്ടതും കല്യാണം ഏത് രീതിയിൽ നടത്തണമെന്നൊക്കെ അച്ഛന് തീരുമാനിക്കാം. ജോക്കിംഗ്? വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനം. എന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് എതിർപ്പില്ല. എനിക്ക് എതിർപ്പുണ്ട്. അച്ഛന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. പ്ലീസ് ഡാഡ്, എനിക്ക് എന്റെ ജീവിതം തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വമില്ലെന്ന് വിചാരിക്കരുത്. പ്രായവും പ്രാപ്തിയും ഇല്ലെന്ന് വിചാരിക്കരുത്. അച്ഛനും മകളും എന്നതിനേക്കാൾ ഉപരി വി ആർ ഗുഡ് ഫ്രണ്ട്സ്. തമ്പുരാൻ എന്നെ അറിയാം. അങ്ങയുടെ മകൾ അബദ്ധമൊന്നും കാണിക്കത്തില്ലെന്നും അറിയാം. ഹരിഹരൻ സാർ സംസാരിക്കാൻ വരും. പ്ലീസ് മറുത്തൊന്നും പറയരുത്. അങ്ങേ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങ് ഈ പ്രൊഫസറോട് കാണിക്കുന്ന താല്പര്യവും സത്യസന്ധതയൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ മകൾ നിങ്ങളെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എനിക്കും അത്ഭുതമാണ് തോന്നിയത്. പിന്നീടാണ് മനസ്സിലായത് അതൊരു ആത്മാർത്ഥമായ സമീപനമാണ്. ഡോക്ടർ, നിങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസം. നിങ്ങൾ എൻ്റെ ആശുപത്രിക്ക് അഭിമാനമാണ്. പക്ഷെ ഒരിക്കലും എൻ്റെ മകൾക്ക് യോജിച്ച വരണമല്ല. തമ്പുരാൻ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർക്ക് അങ്ങനെ തോന്നുന്നില്ല. ജീവനുമായുള്ള വിവാഹം തീർച്ചപ്പെടുത്തിയിരുന്നത് അയാളുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. ഞങ്ങൾക്ക് ഇരുകൂട്ടർക്കും സമ്മതവുമായിരുന്നു. ഡോക്ടർ, കഴിഞ്ഞ 10 വർഷമായി പ്രകൃതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവർക്കും അതറിയാം. വിദേശത്ത് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടും അതൊന്നും സ്വീകരിക്കാതെ എൻ്റെ കരിയറിന് ഇവിടെ തളച്ചിട്ടത് ആ ഒറ്റ ലക്ഷ്യത്തോടെ. മാതാപിതാക്കൾ കൊണ്ടുവന്ന എത്രയോ വിവാഹാലോചനകൾ വേണ്ടത് വെച്ചു. ഒരു ജീവിത കിനാവ് കണ്ടു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഡോക്ടർ, അങ്ങേ ഞാൻ ഗുരുവിനെ പോലെ ബഹുമാനിക്കുന്നു, ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുന്നു. ദയവ് ചെയ്ത് എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് വിട്ടു തരണം. ഞാൻ അങ്ങയുടെ കാല് പിടിച്ച് യാചിക്കുക. എനിക്ക് ജീവിക്കാൻ അവൾ വേണം. അവൾ മറ്റൊരാളുടെ താകുന്നത് എനിക്ക് സങ്കല്പിക്കാനോ പൊറുക്കാനോ കഴിയില്ല. നാളെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഡോക്ടർ ഹരിഹരൻ എന്റെ കഴുത്തിൽ മാലയാണ്. ആർഭാടരഹിതമായ ഒരു ചടങ്ങ്. ഈശ്വര സന്നിധിയിൽ വെച്ച് കൈകോർത്ത് ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നു. ഉറപ്പായും നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ ഉറപ്പായും നീ ഉണ്ടാകും.